ഹലോ ഹായ് നമസ്തേ നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. എന്നാൽ ബിരിയാണി റെസിപ്പീസ് കൂടുതലായി തന്നെ കറി വിത്ത് അമ്മ ചാനലിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മുടെ കുറേ വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് അമ്മ എത്തിയിട്ടുള്ളത്. ദിൽകുഷ് ബിരിയാണി കേൾക്കുമ്പോൾ തന്നെ വളരെയധികം കൗതുകം തോന്നുന്ന, വളരെ ടേസ്റ്റിയും അധികം മസാലയുടെ സ്വാദം ഒന്നും തന്നെ ഇല്ലാത്ത വളരെ സട്ടിൽ ഫ്ലേവറിലുള്ള ഒരു സ്വാദിഷ്ടമായ ബിരിയാണിയാണിത്. വീഡിയോ മുഴുവനായി തന്നെ നിങ്ങൾ കാണുക. വീഡിയോ കണ്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായും ഞങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് അമ്മയുടെ യമ്മി ദിൽകുഷ് ചിക്കൻ ബിരിയാണിയിലേക്ക് കടക്കാം. ബിരിയാണിക്കുള്ള അരി ഞാൻ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒരു പാത്രത്തിലേക്ക് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ചോറിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് കുറച്ച് ഉപ്പ് മുമ്പിട്ട് നിൽക്കണം, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ. എങ്കിൽ മാത്രമേ അരി വെന്ത് വരുമ്പം ചോറിന് കറക്റ്റായിട്ടൊരു ഉപ്പ് കിട്ടുകയുള്ളൂ. അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ. വെള്ളം വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് 4 ഗ്ലാസ് 200 ml ഇതുപോലുള്ള ഗ്ലാസ്സിൽ 4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി എടുത്തതാണ്, കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതിനി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഒരു നാരങ്ങയുടെ നീര് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അരി ഒരു പകുതി വെന്ത് കിട്ടിയാൽ മതിയാകും. ബാക്കി നമുക്ക് ദമ്മിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇതിനി നമുക്ക് വെള്ളം വാർത്ത് മാറ്റി വെക്കാം. ഇനി ഒരു കുറുമ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ പ്യുവറായിട്ടുള്ള പശുവിൻ നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നല്ല ഫ്ലേവറോട് കൂടിയ നെയ്യ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നെയ്യ് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു 6 സവോള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ എക്സ്ട്രാ നെയ്യോ ഓയിലോ ഒന്നും നമ്മൾ ഈ ബിരിയാണിയിൽ ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു നെയ്യിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഉള്ളി വെള്ളാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 10 ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർക്കാം. ഇതൊരു 20 ഗ്രാമ്പുമാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വലിയ 2 പീസ് കറുവാപ്പട്ടയാണ്, അതൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ മൂത്ത് നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടി ചേർക്കാം. റോ ഫ്ലേവറൊക്കെ നന്നായി മാറുന്നിടം വരെ വഴറ്റണം. ഇനി അതിലോട്ട് ഒരു വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും നന്നായിട്ട് വഴണ്ടി വരണം. കൂടുതൽ ടൊമാറ്റോയുടെ ആവശ്യമില്ല, 1 ടൊമാറ്റോ ചേർത്താൽ മതിയാകും. അധികം അങ്ങ് കളർ മാറുന്നിടം വരെ വഴറ്റണ്ട കേട്ടോ. ഒന്ന് നന്നായി വഴണ്ട് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം, അത്രേ വേണ്ടൂ. ഇനി അതിലോട്ട് 1 കിലോ ഫ്രഷ് ചിക്കനാണ്, ഈ ഒരു സൈസിൽ കട്ട് ചെയ്തതാണ്. സാധാരണ നമ്മൾ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്നതിലും കുറച്ചും കൂടി ചെറിയ സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലോട് കൂടി തന്നെയാണ്, അതും പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. ഈ ഒരു സമയത്ത് ഒരു പാത്രത്തിലേക്ക് അധികം പുളിയില്ലാത്ത 1/2 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1/2 കപ്പ് തേങ്ങ നന്നായിട്ട് അരച്ചതാണ്, അതും കൂടി ചേർത്ത് മിക്സാക്കാം. ഇതൊരു 15 കിസ്മിസ് റൈസിൻസ് അത് അരച്ചെടുത്തതാണ്, അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 15 കാഷ്നട്ട് ഒന്ന് കുതിർത്ത ശേഷം അല്പം വെള്ളം ചേർത്തൊന്ന് അരച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ പാനിലേക്ക് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗ്രേവി എല്ലാം കൂടി വീണ്ടും ഒന്ന് തിളച്ച് വരണം. ഒന്ന് നമുക്കങ്ങ് അടച്ചു വെക്കാം.
ഒരു 10 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. ആ ഒരു സമയം കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 6 പച്ചമുളക്, ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, ഒന്ന് ഇതുപോലെ സ്പ്ലിറ്റ് ആക്കിയതാണ്. എരിവ് കുറഞ്ഞതാണെങ്കിൽ 8 എണ്ണം വരെ ആകാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തതിന് ശേഷം വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. കൂടാതെ 1 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്താണ്, അതും കൂടി ചേർക്കാം. 1/2 കപ്പ് പുതിനയില നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കുറുമയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടിയിൽ അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വാർത്ത് വെച്ച അരിയിൽ നിന്നും ഒരു ലെയർ നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് നിരത്തി കൊടുക്കാം. ഇനി ആ കുറുമയിൽ നിന്ന് ഗ്രേവി ഇല്ലാതെ ആ കഷ്ണം മാത്രം ഒരു ലെയർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. വീണ്ടും ഒരു ലെയർ റൈസ് ഒന്ന് സ്പ്രെഡാക്കാം. ഇനി നമ്മൾ ആ കുറുമയുടെ ഗ്രേവി ഇതുപോലെ ഫുള്ളായിട്ട് ഒരു ലെയർ സ്പ്രെഡാക്കി എടുക്കാം. വീണ്ടും ഇതിൻ്റെ പുറത്തായിട്ട് റൈസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി കുറുമയിൽ നിന്നും വീണ്ടും ബാക്കിയുള്ള കഷ്ണങ്ങൾ ഒരു ലെയർ ഒന്ന് നിരത്താം. ഏറ്റവും ടോപ്പിൽ ഒരു ലെയർ റൈസ് കൂടി ഒന്ന് സ്പ്രെഡാക്കാം. ഇനി ഇത് നമുക്ക് ദമ്മാക്കി എടുക്കാം. ഇതുപോലെ ഒരു ദോശത്തവ ബേസിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ തവ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത ശേഷം ഉരുളി ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ നമുക്ക് ദം കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചതാണ്, അത് ഇതിൻ്റെ പുറത്തായിട്ട് വെയിറ്റിനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റീം ഒന്നും ഒട്ടും പുറത്തേക്ക് പോകത്തില്ല. അടപ്പ് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ വെക്കണം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ദമ്മായിട്ടുണ്ട്. ചോറൊക്കെ കണ്ടില്ലേ, നല്ല വിട്ട് വിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് പ്ലേറ്റ് ചെയ്തെടുക്കാം. വളരെ സ്വാദിഷ്ടമാണ് ഈ ഒരു ബിരിയാണി കേട്ടോ. തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. വളരെ വ്യത്യസ്തമായ ഒരു ലൈറ്റ് ഫ്ലേവറിലുള്ള ഒരു ബിരിയാണിയാണിത് കേട്ടോ. ഈ ഒരു ഡിഷ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം എനിക്ക് നന്ദി പറയാനുള്ള ഒരാളുണ്ട്, അതായത് ഇന്ദിര ചേച്ചി. വളരെയധികം ആത്മബന്ധം ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ചേച്ചി എല്ലാമായിരുന്നു. കോവിഡ് എന്ന മഹാമാരി ചേച്ചിയുടെ ആത്മാവിനെ തിരിച്ചു വിളിച്ചിട്ട് ഇന്ന് കറക്റ്റ് 1 വർഷം തികയാണ്. ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബിരിയാണി ആദ്യമായിട്ട് കഴിച്ചത്. ചേച്ചി നല്ലൊരു കുക്കായിരുന്നു. അപ്പോൾ അന്ന് ചേച്ചിയോട് ഞാൻ ആ റെസിപ്പി ചോദിച്ചപ്പം എനിക്കത് ഷെയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ഞാനുമായിട്ട് ആ റെസിപ്പി ഷെയർ ചെയ്യുന്നതിന് മുൻപായി തന്നെ ചേച്ചി നമ്മെ വിട്ടുപോയി. ചേച്ചിയുടെ മകളാണ് ഇന്നെനിക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് തന്നത്. നമ്മുടെ എല്ലാ വീഡിയോസും കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു ചേച്ചി. എന്തായാലും ഈ ഒരു ബിരിയാണിയുടെ വീഡിയോയും ചേച്ചി വളരെ പീസ്ഫുള്ളായ ഒരു തലത്തിലിരുന്ന് തന്നെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ ഒരു പ്രണാമം. നിങ്ങൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി കഴിച്ച ശേഷം നിങ്ങളുടെ മനസ്സ് തുറന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. കറിവ് തമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.